നമസ്കാരം. പുതുവർഷം പ്രമാണിച്ച് ഇടുത്തി തന്നെയാണ് ഇന്ത്യക്കാരുടെ തലയിൽ ആദ്യം തന്നെ വീണിരിക്കുന്നത്. പുതുവർഷം ഉണർന്നത് തന്നെ രാജ്യത്ത് എണ്ണ വിപണന കമ്പനികൾ LPG സിലിണ്ടറുകളുടെ വില വർദ്ധിപ്പിച്ചു എന്ന വാർത്തയോടെയാണ്. 19 കിലോ വാണിജ്യ LPG സിലിണ്ടറുകളുടെ വില 111 രൂപയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ 14 കിലോ ഗാർഹിക LPG ഗ്യാസ് സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. 2026 ജനുവരി 1 മുതൽ ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ തുടങ്ങിയ പ്രധാന നഗരങ്ങളിൽ ഉൾപ്പെടെ വില വർധന പ്രാബല്യത്തിൽ വന്നു. LPG സിലിണ്ടറുകളുടെ പുതിയ നിരക്കുകൾ 2026 ജനുവരി 1 മുതൽ നടപ്പിലാക്കി. ഡൽഹിയിൽ ഇതുവരെ 1580.5 രൂപയ്ക്ക് ലഭ്യമായിരുന്ന 19 കിലോഗ്രാം വാണിജ്യ സിലിണ്ടർ ഇനി മുതൽ 1691.5 രൂപയ്ക്കായിരിക്കും ലഭ്യമാവുക. അതേസമയം കൊൽക്കത്തയിൽ അതിന്റെ വില 1684 രൂപയിൽ നിന്ന് 1795 രൂപയായി ഉയർന്നു. ഇതിനു പുറമെ മുംബൈയിൽ 1531.5 രൂപയ്ക്ക് ലഭ്യമായിരുന്ന ഒരു LPG സിലിണ്ടർ ഇപ്പോൾ 1642.5 രൂപയായി ഉയർന്നു. ചെന്നൈയിൽ സിലിണ്ടറിന്റെ വില 1739.5 രൂപയിൽ നിന്ന് 1849.5 രൂപയായി. ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വന്ന 111 രൂപയുടെ LPG സിലിണ്ടർ വില വർധനവ് പുതുവത്സരത്തിന്റെ ആദ്യ ദിനം തന്നെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൽ വീണ കനത്ത പ്രഹരമാണ്. ആഘോഷങ്ങളുടെ നിറവിൽ തുടങ്ങേണ്ട ഒരു വർഷം അടുക്കളയുടെ വാതിൽക്കൽ നിന്നുള്ള ആശങ്കകളോടെയാണ് അനേകർ സ്വാഗതം ചെയ്യുന്നത്. വിലക്കയറ്റത്തിന്റെ കണക്കുകൾ വാർത്താ തലക്കെട്ടുകളായി മാറുമ്പോൾ അതിന്റെ യഥാർത്ഥ ഭാരമേറ്റ് നടക്കേണ്ടി വരുന്നത് കുടുംബങ്ങളും തൊഴിലാളികളുമാണ്. പ്രത്യേകിച്ച് നിശ്ചിത വരുമാനത്തിൽ ജീവിക്കുന്നവർ, ദിവസക്കൂലിക്കാർ, പെൻഷൻ ആശ്രിതർ തുടങ്ങിയവർ. LPG സിലിണ്ടർ ഒരു ഉൽപ്പന്നം മാത്രമല്ല, അത് ഓരോ വീടിന്റെയും തൊഴിലാളികളുടെയും ദിനചര്യയുടെ നാടി കൂടിയാണ്. രാവിലത്തെ ചായ മുതൽ കുട്ടികളുടെ ഉച്ച ഭക്ഷണം വരെ, വയോധികരുടെ മരുന്നിനോടൊപ്പം പോകുന്ന ചൂടുവെള്ളം വരെ എല്ലാം ഈ ഗ്യാസിന്റെ ആശ്രയത്തിലാണ്. അതിനാൽ 111 രൂപ എന്നത് വെറും ഒരു സംഖ്യയല്ല, അതൊരു മാസത്തെ ബജറ്റിൽ വരുത്തുന്ന മാറ്റങ്ങളുടെ തുടർച്ചയാണ്. ഒരു കുടുംബത്തിന് ഒരു മാസം ഒരു സിലിണ്ടർ കൂടി വേണ്ടി വരുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഒരു ഹോട്ടലിലോ മറ്റ് സ്ഥാപനങ്ങളിലോ ഒരു സിലിണ്ടർ കൂടി വേണ്ടി വരുന്ന സാഹചര്യത്തിൽ വാർഷികമായി ഇത് ആയിരക്കണക്കിന് രൂപയുടെ അധിക ചെലവായി മാറും. ഇതിനൊപ്പം വൈദ്യുതി, പാചക എണ്ണ, പച്ചക്കറി, പാൽ എല്ലാം തന്നെ നേരത്തെ ഉയർന്ന വിലയിലാണ്. ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഈ വർധനയുടെ ആഘാതം വ്യത്യസ്ത രീതിയിലാണ് പ്രകടമാകുന്നത്. നഗരങ്ങളിൽ വാടക, ഗതാഗത ചെലവ്, വിദ്യാഭ്യാസ ചെലവ് എന്നിവയാൽ തന്നെ വലയുന്ന കുടുംബങ്ങൾക്ക് മുന്നിൽ ഇത് മറ്റൊരു ഭാരമാണ്. ഗ്രാമങ്ങളിൽ കൃഷിയിലോ ദിനക്കൂലിയിലോ ആശ്രയിക്കുന്നവർക്ക് വരുമാനം സ്ഥിരമല്ല. മഴയും വിപണിയും നിധിയിടുന്ന വരുമാനത്തിൽ പാചക ചെലവിന്റെ വർധനവ് നേരിട്ട് ജീവിത നിലവാരത്തെ ബാധിക്കും. ഇത് ആരോഗ്യപരമായും പരിസ്ഥിതിപരമായും ഗുരുതരമായ തിരിച്ചടി കൂടിയാവുകയാണ്. ശുദ്ധ ഇന്ധനത്തിലേക്കുള്ള മാറൽ പൊതുജനാരോഗ്യത്തിന്റെ ഭാഗമായാണ് പലരും കണ്ടത്. എന്നാൽ വിലക്കയറ്റം ആളുകളെ പഴയ അപകടകരമായ മാർഗങ്ങളിലേക്ക് തള്ളുമ്പോൾ പുകശല്യം, ശ്വാസകോശ രോഗങ്ങൾ, അടുക്കള അപകടങ്ങൾ എല്ലാം വീണ്ടും തല ഉയർത്തും. വില വർധനവിന്റെ പിന്നിൽ ആഗോള വിപണി, ഗതാഗത ചെലവ്, കറൻസി മാറ്റങ്ങൾ, സംഭരണ ചെലവ് ഇവയെല്ലാം കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. എന്നാൽ സാധാരണ ജനങ്ങൾക്ക് അവയെല്ലാം കണക്കുകളാണ്. അവർക്ക് മുന്നിൽ യാഥാർത്ഥ്യം ഒരു ബില്ലാണ്. ബില്ല് കയ്യിൽ കിട്ടുമ്പോൾ എങ്ങനെ അത് തീർക്കാമെന്ന ചോദ്യമാണ് മുന്നിൽ. ശമ്പളം അതേപടി നിൽക്കുമ്പോൾ ചെലവുകൾ മാത്രം കയറുന്ന സാഹചര്യം സാമ്പത്തിക സുരക്ഷയെ തന്നെ തകർക്കുന്നു. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി വാണിജ്യ ഗ്യാസ് സിലിണ്ടറുകളുടെ വിലകൾ പതിവായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ വില വർധനവിനോടൊപ്പം, ചിലപ്പോൾ കുറവോടെ. ഏപ്രിൽ മാസത്തിലെ നിലവാരത്തിൽ ഗാർഹിക സിലിണ്ടറുകളുടെ വില മാറ്റമില്ലാതെ തുടരുകയാണ്. എന്നാൽ ഡിസംബർ 1-ന് 14 കിലോഗ്രാം LPG സിലിണ്ടറിന്റെ വില ഡൽഹിയിൽ 853, കൊൽക്കത്തയിൽ 879, മുംബൈയിൽ 852, ചെന്നൈയിൽ 868 എന്നിങ്ങനെയായിരുന്നു. ചെറിയ തുകകളായി തോന്നുന്ന വർധനവുകൾ ഒന്നിച്ചു ചേർന്നാൽ കുടുംബങ്ങളുടെ സേവിങ്സ് തിന്നു തീർക്കും. സബ്സിഡി സംവിധാനങ്ങൾ ഉള്ളതായിട്ടും എല്ലാവർക്കും അതിന്റെ നേട്ടം സമാനമായി ലഭിക്കുന്നില്ല എന്ന പരാതിയും പല ഭാഗങ്ങളിൽ നിന്നും ഉയരുകയാണ്. ചിലർക്ക് അക്കൗണ്ടിലേക്കുള്ള തുക വൈകുന്നു, ചിലർക്ക് അർഹതാ പ്രശ്നങ്ങൾ, ചിലർക്ക് പ്രക്രിയയുടെ സങ്കീർണത. ഡിജിറ്റൽ സംവിധാനങ്ങൾ സഹായകരമായതുപോലെ തന്നെ ഡിജിറ്റൽ വിഭജനം അനുഭവിക്കുന്നവർക്ക് അതൊരു തടസ്സവുമാണ്. അതിനാൽ വില വർധനവ് പ്രഖ്യാപിക്കുന്നതിലുപരി അതിന്റെ ആഘാതം കുറയ്ക്കാനുള്ള മാർഗങ്ങൾ എത്രത്തോളം ഫലപ്രദമാണ് എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. പുതുവത്സരം സാധാരണയായി പ്രതീക്ഷയുടെ കാലമാണ്. എന്നാൽ ഈ വർഷം പല വീടുകളിലും പല തൊഴിലാളി ഇടങ്ങളിലും പ്രതീക്ഷയ്ക്ക് മുൻപിൽ കണക്കുകൂട്ടലുകളാണ്. 111 രൂപയുടെ വർധനവ് ചെറിയതാണെന്ന് തോന്നാം, പക്ഷെ അത് ഒരു തുടർച്ചയുടെ ഭാഗമാണ്. അടുക്കളയിലെ തീ അണയ്ക്കാതെ ജീവിതത്തിന്റെ ചൂട് നിലനിൽക്കാൻ അതിന് വിലക്കയറ്റത്തിന്റെ കണക്കുകൾക്കപ്പുറം മനുഷ്യരുടെ യാഥാർത്ഥ്യങ്ങൾ കേൾക്കേണ്ട സമയം തന്നെയാണ് ഇത്.